Hi guys, it's me, the Mallu Banker. Welcome back to a new video. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും എസ് ബി ഐ ക്ലർക്ക് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എസ് ബി ഐ ക്ലർക്ക് ആൻഡ് പി ഒ ആൻഡ് മെനി ഓഫ് യു ആർ ഫോക്കസിങ് ഓൺ എസ് ബി ഐ ക്ലർക്ക്. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറഞ്ഞത്. ഞാനും എസ് ബി ഐ ക്ലർക്ക് മാത്രമാണ് ചെയ്യുന്നത്, പി ഒ അറ്റംപ്റ്റ് ചെയ്യുന്നില്ല. സോ ഇനി ഓൾമോസ്റ്റ് ഫെബ്രുവരി ലാസ്റ്റ് വീക്കിലൊക്കെ ആയിരിക്കും എസ് ബി ഐ പ്രിലിംസ് നടക്കുന്നത്. ഏപ്രിൽ മന്തിലായിരിക്കും മെയിൻസ് എക്സ്പെക്റ്റഡ് ആണ്. സോ ഇപ്പോൾ ഉള്ള ഈ ടൈമിൽ എങ്ങനെയാണ് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്, ആരൊക്കെയാണ് ഇപ്പോൾ ക്ലർക്ക് പ്രിലിംസ് നടക്കും, അതുപോലെ തന്നെ മെയിൻസും അതിൻ്റെ പുറകെ വരും. അപ്പോൾ ആരൊക്കെ വേണം മെയിൻസ് പ്രിപ്പയർ ചെയ്യാൻ? ഇപ്പോൾ പ്രീ-ഡേ നിങ്ങളുടെ ലെവൽ മോക്കൊക്കെ ചെയ്യുമ്പോൾ എവിടെയാണ് ലെവൽ നിൽക്കുന്നത്, എങ്ങനെ വേണം മെയിൻസ് പ്രിപ്പയർ ചെയ്യാൻ, ഇതിന് വേറെ എക്സ്ട്രാ സോഴ്സസ് എന്തെങ്കിലും വേണോ, അങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസും നിങ്ങളുടെയൊക്കെ മൈൻഡിൽ കാണും. അതിനൊക്കെയുള്ളൊരു സൊല്യൂഷൻസ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് എസ് ബി ഐ ക്ലർക്ക് പ്രിലിംസ് ആണ് അല്ലേ. ആദ്യം പ്രിലിംസ് കഴിഞ്ഞ് അത് ക്വാളിഫൈ ചെയ്താൽ മാത്രമേ മെയിൻസിന് അതിൻ്റെ പ്രാധാന്യമുള്ളൂ. പ്രിലിംസ് ക്വാളിഫൈ ചെയ്തില്ലെങ്കിൽ മെയിൻസിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ആദ്യം പ്രിലിംസ് ഒരു 80% ആക്യുറസിയും അതുപോലെ തന്നെ പെർസെൻറ്റൈലും, മാർക്സ് അല്ല, ഒരു 80% അടുത്ത് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഓരോ മോക്കും അറ്റംപ്റ്റ് ചെയ്തതിന് ശേഷം അനലൈസ് ചെയ്യുമ്പോൾ 80+% വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് ട്രാക്കിലാണ്. ഇപ്പോൾ ഈ ടൈമിൽ തന്നെ മെയിൻസിന് വേണ്ടിയിട്ടും ഈ കൂടെ തന്നെ പഠിച്ചു പോകണം. എല്ലാവർക്കും ഉള്ള ഒരു തോന്നലായിരിക്കാം, അതായത് ആദ്യമായിട്ട് പ്രിലിംസ് ഒക്കെ എഴുതുന്നവർക്കൊക്കെ ഉള്ളൊരു തോന്നലായിരിക്കാം, ഇപ്പോൾ ഞാൻ പ്രിലിംസിന് പ്രാക്ടീസ് ചെയ്യാം, അത് കഴിഞ്ഞ് മെയിൻസ് വരുമല്ലോ, പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നിട്ട് മെയിൻസിന് പഠിക്കാം എന്നുള്ളത്. അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. നമ്മൾക്കൊരിക്കലും ടൈം തികയില്ല. അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്ന ആളാണ് ഞാനും. അതുകൊണ്ടാണ് പറയുന്നത്, നമുക്കൊരിക്കലും ടൈം തികയില്ല. ഓക്കെ, പ്രിലിംസ് കഴിഞ്ഞ് റിസൾട്ട് വന്ന് മേ ബി ഒരു 10 ഡേയ്സ് 15 ഡേയ്സ് അതിൽ കൂടുതൽ മെയിൻസിന് കിട്ടില്ല. അപ്പോൾ ആ ടൈമിനുള്ളിൽ തന്നെ 6 മന്ത്സിൽ ജി എ നോക്കണം, ദെൻ ക്വാൺസ് പഠിക്കും, റീസണിങ് വേണം, ഇംഗ്ലീഷ് വേണം, ഫുൾ മൊത്തത്തിലൊരു ജഗ പുക എന്നുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ട് ആ ടൈമിലത്തേക്ക് ഒന്നും മാറ്റി വെക്കരുത്. കാരണം മെയിൻസ് എന്ന് പറയുന്നത് ഹൈ ലെവലാണ്. ഓക്കെ, ഇപ്പോൾ പലർക്കും ഒരു ഡൗട്ട് കാണും, പ്രിലിംസും മെയിൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ മതിയോ മെയിൻസിന്, അങ്ങനെയുള്ള കുറേ ഡൗട്ട്സ് കാണും. ഓക്കെ, അതിനുള്ള ആൻസേഴ്സും ഞാൻ തരാം. പ്രിലിംസ് എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് നേച്ചറാണ്. പ്രിലിംസ് ഒരു കട്ട് ഓഫ് തരും. ഇപ്പോൾ 70 ആണ് കട്ട് ഓഫ് എങ്കിൽ ആ കട്ട് ഓഫ് ക്വാളിഫൈ ചെയ്യുന്ന എല്ലാവരും മെയിൻസിലോട്ട് എത്തപ്പെടും. ആ ഒരു മെയിൻസ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ബൗണ്ടറി മാത്രമാണ് പ്രിലിംസ്. പ്രിലിംസിന് കൂടുതലും ആവശ്യം വരുന്നത് സ്പീഡാണ്. സ്പീഡും ആക്യുറസിയും ആണ് വേണ്ടത്. അപ്പോൾ അത്രയും ലിമിറ്റഡ് ടൈമിൽ എത്രമാത്രം ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് പ്രിലിംസ് നമ്മളുടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, മെയിൻസിലോട്ട് വരുമ്പോൾ ഈ സെയിം സിലബസ് തന്നെയാണ് പ്രിലിംസിനും മെയിൻസിനും. ഈ പഠിച്ച പ്രിലിംസിൽ നിന്നും മെയിൻസിൽ ആ ഒരു അറിയാവുന്ന നമ്മളുടെ സിലബസിൻ്റെ ഡെപ്ത്, മെയിൻസിൽ നമ്മുടെ ഡെപ്താണ് ആ ഒരു പോർഷൻ, ആ ഒരു ഏരിയ, ആ ക്വസ്റ്റ്യൻസ് അത് ചെയ്യാൻ നോളജ് ഉണ്ടോ എന്നുള്ളതാണ് മെയിൻസ് ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രിലിംസിൽ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം. നല്ല വേരിയേഷൻ, നല്ല ഒരു എമൗണ്ട് ഓഫ് കട്ട് ഓഫ് കാണും. ഒരു 70+, 100-ലൊരു 70+ ആയിരിക്കും തീർച്ചയായിട്ടും കട്ട് ഓഫ്. ബട്ട് മെയിൻസിൽ വരുമ്പോൾ അത്രയും ഹൈ ലെവലല്ല, ഔട്ട് ഓഫ് 200 ആയിരിക്കും വരുന്നത്. ഒരു 100 വേണം ടാർഗറ്റ് ചെയ്യാൻ. അത്രയെങ്കിലും ടാർഗറ്റ് ചെയ്ത് വേണം നമ്മൾ പഠിക്കാൻ. മെയിൻസ് ഈസി ആയിട്ട് ഒരിക്കലും പോവുകയില്ല. അതുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ തന്നെ വേണം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, മെയിൻസ് എപ്പോൾ മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ 80+% അല്ലെങ്കിൽ ഒരു 70-80% ഉള്ളവരാണെങ്കിൽ ആ ഒരു പെർസെൻറ്റൈലിനെ കൂട്ടണം. ഇപ്പോൾ ഉള്ള ടൈമിൽ മെയിൻസിനെ ഒന്ന് കുറച്ച് സൈഡാക്കി വെച്ചിട്ട് പ്രിലിംസിന് കൂടുതൽ ഫോക്കസ് കൊടുത്ത് സ്പീഡ് മാത്സിൻ്റെ സെക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് പ്രിലിംസിന് സ്പീഡ് കൂട്ടി നല്ലൊരു പെർസെൻറ്റൈൽ വന്ന് ആ ഒരു പോയിന്റ് ഓഫ് ടൈം ആയി ഒരു 80+ ആവാനുള്ള ആ ഒരു രീതിയിൽ ആക്കി വെക്കണം. എന്നിട്ട് വേണം മെയിൻസും ആ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്തു പോകാൻ. അപ്പോൾ പ്രിലിംസും മെയിൻസും ഒരുപോലെ കൊണ്ടുപോകണം എന്നാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രിലിംസിന് പഠിക്കുമ്പോൾ ആ കൂടെ തന്നെ മെയിൻസിനും പ്രിപ്പയർ ചെയ്യണം.
ഓക്കെ. മെയിൻസ് എന്ന് പറയുന്നത് കുറച്ച് ഹൈ ലെവലാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടിയുള്ള ഒരു പ്രിപ്പറേഷൻ മെയിൻസിന് വേണം. ഫസ്റ്റ് നമ്മൾക്ക് അറിയാം ഓൾറെഡി 4 സെക്ഷനാണ് എക്സാമിന് വരുന്നത്. ഇംഗ്ലീഷ്, ക്വാൺസ്, റീസണിങ്. അത് പ്രിലിംസിനുള്ളതാണ്. അതിൻ്റെ കൂടെ ജനറൽ അവയർനെസ്സും കൂടെ വരും. ഓക്കെ. ദെൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നതാണ് ഓൾമോസ്റ്റ് ഒരു ഇംഗ്ലീഷും ജി എയും ആയിരിക്കും നമ്മളുടെ ഗെയിം ചേഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷും ജി എക്കും കിട്ടുന്ന മാർക്സ് ആയിരിക്കും ബാക്കി ക്വാൺസും റീസണിങ്ങിനെ അപേക്ഷിച്ച് ഇംഗ്ലീഷും ജി എന്ന് പറയുന്നത് അറിയാമെങ്കിൽ സ്കോർ ചെയ്യാൻ എളുപ്പമുള്ള ഏരിയാസാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇംഗ്ലീഷും ജി എയും ആയിരിക്കും. അതുകൊണ്ട് അതിന് നല്ല ഒരു ഫോക്കസ് കൊടുത്ത് വേണം പ്രാക്ടീസ് ചെയ്യാൻ. ഇപ്പോൾ ഇംഗ്ലീഷ് വീക്കായിട്ടുള്ളവരുണ്ടെങ്കിൽ സെക്ഷണൽ കട്ട് ഓഫ് ഇല്ലല്ലോ, അതുകൊണ്ട് സാരമില്ല എന്ന് കരുതരുത്. ഇംഗ്ലീഷിനെ സ്ട്രോങ് ആക്കണം. ഇപ്പോൾ ഞാനും എനിക്ക് ഇടയ്ക്കൊക്കെ ഇംഗ്ലീഷ് നല്ല നെഗറ്റീവ്സ് വരുന്നുണ്ട്. സോ അതുകൊണ്ട് ഞാനും ഇപ്പോൾ ഇംഗ്ലീഷിന് വേണ്ടി നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ മെയിൻസിലോട്ട് വരുമ്പോൾ ഇംഗ്ലീഷിൽ എന്ത് ചെയ്യുക, മെയിൻസ് ലെവൽ RCs പ്രാക്ടീസ് ചെയ്യണം. എഡിറ്റോറിയൽ മസ്റ്റ് ആണ്. ഇത് പ്രീ ലെവൽ ആണെങ്കിലും മെയിൻസിനാണെങ്കിലും എഡിറ്റോറിയൽ മസ്റ്റ് ആണ്. സോ എഡിറ്റോറിയൽ ഓൾറെഡി നിങ്ങൾ പ്രിപ്പയർ മീൻസ് പഠിക്കുന്നുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. എഡിറ്റോറിയൽ മസ്റ്റായിട്ടും കാണണം. സ്വന്തമായിട്ട് ചെയ്യാമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. വീഡിയോ ക്ലാസ്സസ് പോയി ടൈം കൺസ്യൂം ചെയ്യുന്നതിലും നല്ലത് സ്വന്തമായിട്ട് എഡിറ്റോറിയൽ ചെയ്യാമെങ്കിൽ അത് നല്ലതായിരിക്കും. ദെൻ എറർ ഡിറ്റക്ഷൻ ക്ലാസ്സസ് എന്ന് പറയുന്നത് ഇപ്പോൾ എറർ ക്വസ്റ്റ്യൻസിലൊക്കെ കൂടുതലും നെഗറ്റീവ്സ് വരുന്നുണ്ടെങ്കിൽ എറർ ഡിറ്റക്ഷൻ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ക്ലാസ്സസ് കാണാം. അത് നല്ല കാര്യമാണ്. നിമിഷ മാമിൻ്റെ ക്ലാസ്സസും അതുപോലെ തന്നെ പെർഫെക്ഷൻ ബാച്ചസും ഒക്കെ അവൈലബിൾ ആയിരിക്കും. ആ ക്ലാസ്സസ് ഒക്കെ കാണുന്നത് കൊണ്ട് കുഴപ്പമില്ല. വീഡിയോ സോഴ്സ് എഡിറ്റോറിയൽ വീഡിയോ കണ്ടില്ലെങ്കിലും സെൽഫ് റീഡിംഗ് ആകുമ്പോൾ ക്വസ്റ്റ്യൻസ് ബാക്കിയുള്ള ക്വാൺസും റീസണിങ്ങും ഒക്കെ കോംപ്രഹെൻഡ് ചെയ്യാനും എളുപ്പം വരും. സോ അതുകൊണ്ട് എഡിറ്റോറിയൽ റീഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ദെൻ മെയിൻസ് ലെവൽ RCസും പ്രാക്ടീസ് ചെയ്യണം. മെയിൻസ് ലെവൽ RC മിനിമം ഒരു 2 എണ്ണമെങ്കിലും പ്രാക്ടീസ് ചെയ്യണം. ഈ പ്രിലിംസിനോട് കൂടെ തന്നെ വേണം. ഇപ്പോൾ പ്രിലിംസ് ഒരു 80+ ഉണ്ട്, ഓക്കെ, എന്നാൽ മൊത്തമേ മെയിൻസിനോട്ട് അങ്ങനല്ല. പ്രിലിംസും മെയിൻസും വേണം നോക്കാൻ. അപ്പോൾ ഒരു ദിവസം ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ ഒരു പ്രീ ലെവൽ RC ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു മെയിൻസ് ലെവൽ RCയും കൂടെ ചെയ്യണം. അതിൽ കൂടുതൽ ടൈം ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ ടൈമിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം പ്രിലിംസിനും മെയിൻസിനും ഫോക്കസ് കൊടുക്കാൻ. ഓക്കെ. അപ്പോൾ ഇംഗ്ലീഷിന് അത്രയുമാണ് ചെയ്യേണ്ടത്. ഓക്കെ. പെർഫെക്ഷൻ ബാച്ചസ് ഒക്കെ നിമിഷ മാമിൻ്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ആ ക്ലാസ്സസ് ഒക്കെ ഇംഗ്ലീഷിന് വളരെ അധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ആണ് ക്വിസസ്. ധാരാളം ക്വിസസ് അറ്റംപ്റ്റ് ചെയ്യുക. ക്വിസസ് എന്ന് പറയുമ്പോൾ മെയിൻസ് ലെവലും പ്രിലിംസ് ലെവലും നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ. അഡാടെ ഒക്കെ ആപ്സ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ പ്രിലിംസ് ലെവൽ മെയിൻസ് ലെവൽ 2 ക്വിസസ് അവൈലബിൾ ആയിരിക്കും. അതുപോലെ ഫ്രീ സോഴ്സസ് ഏതൊക്കെയാണെന്നുള്ള വീഡിയോസൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ചെക്ക് ചെയ്ത് നോക്കുക. ഒത്തിരി പെയ്ഡ് സോഴ്സസിലോട്ടൊന്നും പോവാതെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ക്വിസസും പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ നിമിഷ മാമിൻ്റെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള PDF അവൈലബിൾ ആയിരിക്കും. ഓക്കെ. ഇപ്പോൾ പെർഫെക്ഷൻ്റെ ഒക്കെ ആണെങ്കിലും PDFs അവൈലബിൾ ആയിരിക്കും. ആ PDF അതുപോലെ തന്നെ ഡെയിലി പ്രാക്ടീസ് പേപ്പേഴ്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ. അങ്ങനെ ആകുമ്പോൾ ഒത്തിരി വേറെ പെയ്ഡ് കണ്ടൻസിലോട്ടൊന്നും പോകേണ്ട ആവശ്യം വരില്ല. നല്ല ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും കിട്ടുന്നതായിരിക്കും. സോ അതും യൂസ്ഫുൾ ആണ്. അതും മാക്സിമം യൂസ് ചെയ്യുക. നിമിഷ മാമിൻ്റെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ ആ PDFs ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇംഗ്ലീഷിന് അത്രയുമൊക്കെ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഒരു സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുക. മെയിൻസ് ലെവൽ ആണ് ഒരു സെക്ഷണൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ. പ്രിലിംസ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ക്വിസസും ചെയ്തു, PDFും സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് ടൈമില്ല എങ്കിൽ അടുത്ത ദിവസം ചെയ്താലും മതിയാകും. ഓക്കെ. അത്രയുമാണ് ഇംഗ്ലീഷിന് ചെയ്യാനുള്ളത്. ദെൻ ക്വാൺസിൽ എന്ത് ചെയ്യുക, ക്വാൺസിന് കൂടുതലും എന്താണ് കോൺസെപ്റ്റ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യുന്ന രീതി മനസ്സിലാക്കുക. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വാൺസിൻ്റെ കേസിൽ. സോ അതിന് നമ്മൾക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നത് യൂട്യൂബ് വീഡിയോസ് തന്നെയാണ്. ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ ഞാനാണെങ്കിലും ഇപ്പോൾ യൂട്യൂബ് വീഡിയോസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് SBI ക്ലർക്കിൻ്റെ മെയിൻസിൻ്റെ ഈ ലാസ്റ്റ് ഇയർ പേപ്പേഴ്സ്. ഇത് ഒത്തിരി ടൈം കിട്ടാറില്ല. കുറച്ച് ടൈം. ഓക്കെ. ഒരു DI ഒക്കെയാണ് ഒരു DI സോൾവ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അതിനുള്ള ടൈമേ ഞാനിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ ഒരു ക്വാൺസിൻ്റെ സെക്ഷണൽ ടെസ്റ്റ് ചെയ്ത് നോക്കി. ദെൻ മെയിൻസിന് വേണ്ടിയിട്ട് ദെൻ ഒരു ഇംഗ്ലീഷിൻ്റെ സെക്ഷണൽ ടെസ്റ്റ് ചെയ്തു. ദെൻ അത്രയൊക്കെയാണ് ഇന്ന് ഞാൻ
മെയിൻസിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. സോ അതുപോലെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല ലെവലാണ്. ഓക്കെ, ഈ സ്റ്റഡിഫൈഡിൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ. അതുപോലെ തന്നെ ഹർഷിൽ അഗർവാൾ സാറിൻ്റെ ക്ലാസ്സസും നല്ലതാണെന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാനത് ഫോളോ ചെയ്തിട്ടില്ല. എനിക്ക് ആ ലാംഗ്വേജ് അത്രയും അത്രയും എനിക്ക് മനസ്സിലാവുന്നില്ല. സോ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആണെങ്കിൽ അത് നല്ല ഒരു സോഴ്സാണ് ഹർഷിൽ അഗർവാൾ സാറിൻ്റെ. ഞാൻ ആശിഷ് അറോറ സാറിനെയും കൗശിക് മൊഹന്തി സാറിനെയും ഒക്കെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് എന്താണ് ഈ എക്സാംസിലോട്ട് വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ, അതുപോലെ ഫസ്റ്റായിട്ടാണ് മെയിൻസിനെ ഫേസ് ചെയ്യുന്നതെങ്കിൽ അഡ്ഡ വീഡിയോസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ദാറ്റ് മീൻസ് അഡ്ഡ ആകുമ്പോൾ മെയിൻസ് ലെവൽ അടുത്ത്, ദെൻ പ്രീ ലെവലിനേക്കാൾ കുറച്ചുകൂടി ഹയർ, അങ്ങനെയുള്ള ലെവൽ ക്വസ്റ്റ്യൻസ് കിട്ടും. സോ അഡ്ഡ ആദ്യം ഫോളോ ചെയ്ത് അതിനുശേഷം നെക്സ്റ്റ് ലെവൽ എന്ന രീതിയിൽ ഇവരുടെയൊക്കെ വീഡിയോസ് കാണുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. ദെൻ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. ദെൻ മെയിനായിട്ടും ക്വാൺസിൽ സ്കോറിംഗ് എന്ന് പറയുന്നത് DI ആണ്. ഓക്കെ, DI ആയിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ക്വാൺസിൽ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും 2 സെറ്റ് DI ചെയ്തെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റും. സോ DIക്ക് കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ദെൻ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിലും ആദ്യം പ്രീവിയസ് ഇയർ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ യൂട്യൂബ്സിലൊക്കെ ധാരാളം പ്രീവിയസ് ഇയർ പേപ്പേഴ്സ്, സോൾവ്ഡ് പേപ്പേഴ്സ് അവൈലബിൾ ആണ്. ആ പേപ്പേഴ്സ് ഇപ്പോൾ ഇംഗ്ലീഷിന് സെപ്പറേറ്റ്, ക്വാൻസിന് സെപ്പറേറ്റ്, റീസണിങ് സെപ്പറേറ്റ്, അങ്ങനെ ലഭ്യമാണ്. സോ അതൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ അവർ ചെയ്യുന്ന കൂടെ തന്നെ ആകുമ്പോൾ ഏത് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യുന്നത്, ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതായിരിക്കും. സോ ക്വാൻസിന് ഇപ്പോൾ ചെയ്യേണ്ടത് യൂട്യൂബ് വീഡിയോസ് കാണുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പ്രിലിംസ് ഒരു ഫെബ്രുവരി വരെ ഒരു പ്രിലിംസിനെ ഒരു സൈഡാക്കി നിർത്തിക്കൊണ്ട് മെയിൻസിന് കുറച്ചുകൂടി ഫോക്കസ് കൊടുത്ത് പോകാം. അപ്പോൾ ദെൻ ഫെബ്രുവരി ആകുമ്പോൾ എന്ത് ചെയ്യാം, നല്ല അത്യാവശ്യം സ്കോർ ചെയ്യുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ മെയിൻസിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഈ ടൈമിൽ കൊടുക്കാം. ദെൻ അത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോൾ തൊട്ട് എന്ത് ചെയ്യാം, പ്രിലിംസിന് കുറച്ചുകൂടി ഫോക്കസ് കൊടുക്കാം സ്പീഡ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് ഞാൻ എൻ്റെ കാര്യത്തിലും ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സോ നിങ്ങളും അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ദെൻ ക്വാൺസിൻ്റെ കേസിൽ യൂട്യൂബ് വീഡിയോസ് കാണുക. ദെൻ പ്രാക്ടീസ് പേപ്പേഴ്സിനാണെങ്കിൽ ഈ ആശിഷ് അറോറ സാറിൻ്റെ തന്നെ ടെലിഗ്രാം ചാനലിൽ മെയിൻസ് ലെവലും പ്രിലിംസ് ലെവലും PDFs അവൈലബിൾ ആണ്. അതല്ലാതെ എൻ്റെ ടെലിഗ്രാം ചാനലിലും ഞാൻ ഒത്തിരി PDFs അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സോ അതല്ലാതെ വേറെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ അത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇംഗ്ലീഷിനും ക്വാൺസിനും വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി. ബാക്കി റീസണിങ്ങും ജനറൽ അവയർനെസ്സും വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.